എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസമാണ്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എല്ലാവരും എത്തി. അപ്പം ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടനാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ക്ലീനാക്കി വെച്ചേക്കാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മട്ടൻ കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഇനിയൊരു ചട്ടിയിലോട്ടിട്ട് അത് വേവിക്കണം. ഒരു ചട്ടിയിലോട്ട് അങ്ങനെ നമ്മൾ മട്ടനൊക്കെ ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിക്കാം. അതിന് ശേഷം ഒരു 2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അടപ്പത്ത് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റിനുള്ളിലൊക്കെ തന്നെ അത് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ മട്ടൻ റെഡിയായി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നന്നായി വഴറ്റി കൊടുക്കണം. അത് നന്നായി വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് കൊടുത്ത് അതും കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചെയ്യും. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളകും പിന്നെ കറിവേപ്പിലയാണ്. അപ്പോൾ ഇത് 3ഉം കൂടി നമ്മൾ ഈ സവാളയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം. അങ്ങനെ അതിൻ്റെ പച്ച മണമൊക്കെ പോയി കഴിയുമ്പോൾ ഏകദേശം നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് മസാലപ്പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ മുന്നേ തന്നെ മസാല വറുത്ത് വെച്ചിരിക്കുകയാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ജീരകം പിന്നെ ഗരം മസാല, ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത പൊടിയാണ്. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് സമയം വഴറ്റേണ്ട, കാരണം നമ്മൾ ഓൾറെഡി വറുത്തതാണ്. ഇനി അതിലേക്ക് നമ്മൾ മട്ടൻ ഒഴിക്കുക, നന്നായിട്ട് വറ്റിക്കുക. ഒരുവിധം അതിലുള്ള വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് നല്ല ഡ്രൈ പോലെയായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് വളരെ എളുപ്പത്തിൽ ഞാൻ ഇവിടെ മട്ടൻ വയ്ക്കുന്ന ഒരു രീതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.